ഓക്കെ, അപ്പം നമ്മൾ മിഡ് നൈറ്റ് ചിൽഡ്രൻ എടുക്കുമ്പോൾ അതിൽ എന്താണ് മാജിക്കൽ റിയലിസം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാജിക് റിയലിസം ഓർ മാജിക്കൽ റിയലിസം ഈസ് എ സ്റ്റൈൽ ഓഫ് ലിറ്റററി ഫിക്ഷൻ ആൻഡ് ആർട്ടാണ്. ഓക്കെ, അതായത് ഫിക്ഷൻ ആൻഡ് ആർട്ടിൽ വരുന്ന ഒരു സ്റ്റൈലാണ് മാജിക്കൽ റിയലിസം. ഇറ്റ് പെയിൻറ്റ്സ് എ റിയലിസ്റ്റിക് വ്യൂ ഓഫ് ദ വേൾഡ് വൈൽ ഓൾസോ ആഡിങ് മാജിക്കൽ എലമെൻറ്റ്സ്, ഓഫൻ ബ്ലറിങ് ദ ലൈൻസ് ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ഇതിൽ ഈ ഒരു മാജിക് റിയലിസം എന്ന ഈ ഒരു ടെക്നിക്കിൽ അവരെന്താ ചെയ്യുന്നത്, റിയലിസ്റ്റിക് വ്യൂ പോയിൻ്റ് ഓഫ് ദ വേൾഡാണ് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ആഡ് ദ മാജിക്കൽ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വേൾഡ് അല്ലേ, അവിടെ എന്ത് വരികയാണ്, ഒരു ബ്ലറിങ് ലൈൻസ് ആണ്. ആര് തമ്മിൽ? ഫാൻറ്റസി ആൻഡ് റിയാലിറ്റിയാണ്. Magic realism often refers to literature in particular with magical or supernatural phenomena presented in an otherwise real world or mundane setting. Mundane means physical world ആണ്. അതായത് മാജിക്കൽ റിയലിസം ലിറ്ററേച്ചറിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതിലൊരു മാജിക്കൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസത്തെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനെ എന്ത് ചെയ്യുന്നു, ഒരു റിയൽ വേൾഡിൽ അല്ലെങ്കിൽ ഒരു മുണ്ടെയിൻ സെറ്റിങ്സിലേക്ക്, ഒരു റിയൽ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ വേൾഡ് ഏർത്തിലേക്ക്, അങ്ങനെയുള്ളൊരു സെറ്റിങ്സിലേക്ക് എന്ന് പറഞ്ഞാൽ റിയൽ സെറ്റിങ്സിലേക്ക് ഒരു മാജിക്കൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് കൊണ്ടുവരുന്നതാണ് മാജിക്കൽ റിയലിസം, എസ്പെഷ്യലി ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, despite including certain magic elements, it is generally considered to be a different genre from fantasy because magical realism uses a substantial amount of realistic details and employ magical elements to make point about reality. ഇതിനെ നമുക്ക് ഫാൻറ്റസി എന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫാൻറ്റസി വേൾഡ് എന്നൊക്കെ കേട്ടില്ല, അതിൽ വെറും ഒരു ഫാൻറ്റസി മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുക. അതായത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ജാനർ ഓഫ് ഫാൻറ്റസി. ഫാൻറ്റസി എന്ന് പറയുന്ന ജാനറിൽ നിന്ന് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരതിൽ നമുക്ക് കാണാൻ പറ്റും ദ യൂസ് ഓഫ് ദ എമൗണ്ട് ഓഫ് റിയലിസ്റ്റിക് ഡീറ്റെയിൽസ് ആണ്. അതായത് ഫാൻറ്റസി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഫാൻറ്റസി ആയിട്ടുള്ള ഒരു ജാനറാണെങ്കിൽ അതിൽ മുഴുവനായിട്ടും എന്ത് മാത്രമേ ഉണ്ടാവും, ഇമാജിനേഷൻ മാത്രമേ ഉണ്ടാവും. പക്ഷേ ഇതിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ കാണാൻ പറ്റും, വെറും മാജിക്കൽ എലമെൻറ്റ്സ് മാത്രമല്ല. ഓക്കെ, ആ മാജിക്കൽ എലമെൻറ്റ്സിനെ അവർ കൊണ്ടുവരുന്നത് ഒരു റിയൽ അറ്റ്മോസ്ഫിയറിലാണ്. അതുകൊണ്ടാണ് ഇത് ടോട്ടലി ഫാൻറ്റസി എന്ന ആ ഒരു ജാനറിൽ നിന്ന് ഡിഫറെൻറ്റ്. പിന്നെയോ is often seen as an amalgamation of real and magical element that produce a more inclusive writing from than either literary realism or fantasy. അതായത് ഇത് മുഴുവനും എന്തല്ല, ഒരു വെറും റിയലിസം മാത്രമല്ല, അതേ അവസരത്തിൽ ഫാൻറ്റസി മാത്രമല്ല. അതിൻ്റെ അംബ്ലമേഷൻ എന്ന് പറഞ്ഞാൽ മിക്സ്ചറാണ്, മിക്സ്ചർ ഓഫ് റിയൽ ആൻഡ് മാജിക്കൽ എലമെൻറ്റ്. അതിൽ റിയാലിറ്റിയും മാജിക്കൽ എലമെൻറ്റ്സിൻ്റെയും മിക്സ്ചറിനെയാണ് എന്ത് വിളിക്കുക, മാജിക് റിയലിസം എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ടേം എന്താ പറയുക, ഡിസ്ക്രിപ്റ്റീവാണ് അല്ലേ, റാദർ ദാൻ ക്രിട്ടിക്കലി റിഗറസ്. ഇതിൽ മാത്യു സ്ട്രക്ചർ എന്ന് പറയുന്ന ആൾ പറയുന്നത് വാട്ട് ഹാപ്പൻസ് വെൻ എ ഹൈലി ഡീറ്റെയിൽഡ് റിയലിസ്റ്റിക് സെറ്റിംഗ് ഈസ് ഇൻവാഡഡ് ബൈ സംതിങ് ടു സ്ട്രേഞ്ച് ടു ബിലീവ്. ഇതിൽ മാജിക് റിയലിസത്തിൽ എന്താണ് ചെയ്യുന്നത്, അതായത് ഒരു റിയലിസ്റ്റിക് സെറ്റിങ്ങിലേക്ക് എന്ത് വരികയാണ്, സംതിങ് സ്ട്രേഞ്ച് ടു ബിലീവ്, വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സംതിങ് സ്പെഷ്യൽ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് മാജിക് റിയലിസം എന്ന് വിളിക്കുക. പിന്നെയോ ഈ ഡെഫിനിഷൻ ഇറ്റ്സ് ബിക്കം കൺഫ്യൂസ്ഡ് ആസ് മെനി റൈറ്റേഴ്സ് കാറ്റഗറൈസ്ഡ് ആസ് മാജിക്കൽ റിയലിസ്റ്റ് ആണ്. ഇതിൽ മാജിക്കൽ റിയലിസം എന്താണെന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. പിന്നെ ഈ ഒരു ടേം എന്ത് ചെയ്തിട്ടുണ്ട്, ജർമ്മൻ ഇറ്റാലിയൻ പെയിൻറ്റിങ് സ്റ്റൈലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗണ്ടഗ്രാസ്, സൽമാൻ റുഷ്ദി, മിലാൻ കുന്ദേര ഇവരൊക്കെയാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, മാജിക്കൽ റിയലിസ്റ്റിൻ്റെ റൈറ്റേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് മാജിക്കൽ റിയലിസം എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അനാലിസിസത്തിലേക്ക് കടക്കാം. ഈ ഒരു മിഡ് നൈറ്റ് ചിൽഡ്രൻ നമ്മൾ പറഞ്ഞു ഇതൊരു മാജിക്കൽ റിയലിസം നോവലാണെന്നും ഇതിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് പറയുന്നതെന്നും പിന്നെ പാർട്ടീഷൻ അല്ലേ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതൊക്കെയാണ് പറയുന്നത് ഈ ഒരു നോവലിലൂടെ. പിന്നെ എന്താണ്, ഇതൊരു നാഷണൽ അലിഗറിയാണ്. നമുക്കതിനെ എന്ത് വിളിക്കാം, ഒരു നാഷൻ്റെ അലിഗറിക് ആയിട്ടുള്ളൊരു നോവലായിട്ട് ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ അത് സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, റുഷ്ദി എസ്റ്റീംഡ് ബുക്കർ പ്രൈസ് ആസ് വെൽ ആസ് സ്പെഷ്യൽ ബുക്കർ
ഓഫ് ബുക്കേഴ്സ് പ്രൈസ്. ബുക്കർ പ്രൈസും കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ ബുക്കർ ഓഫ് ബുക്കർ പ്രൈസും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സെമി ഓട്ടോബയോഗ്രഫിൽ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പിന്നെ മാജിക്കൽ റിയലിസം നോവൽസ് ആർ യൂഷ്വലി സെറ്റ് ഇൻ ആൻ അൺറിയൽ വേൾഡ് ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് റിയൽ വേൾഡ് വി ലിവ് ഇൻ. ഇറ്റ് ക്വസ്റ്റ്യൻസ് ദ ബിലീവ് ഓർ ഡിമാൻഡ് ദാറ്റ് fiction must be always imitate reality. It may be described as an attempt to challenge commonly held notion of real and unreal. ഇത് നമുക്ക് എന്താണ് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളി എന്ത് ചെയ്യുന്നില്ല, റിയാലിറ്റിയെ ഇമിറ്റേറ്റ് ചെയ്യുമല്ല, ഇത് ഫുള്ളി അൺറിയലുമല്ല, രണ്ടിൻ്റെയും മിക്സ്ചറാണ്, അമ്പലമാണ് അല്ലേ. ഇതൊരു പോസ്റ്റ് കൊളോണിയൽ ആൻഡ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറാണെന്ന് നമുക്ക് പറയാം. പേഴ്സണൽ ഹിസ്റ്ററി ഈസ് ഇൻ്റർവൈൻഡ് വിത്ത് ഹിസ്റ്ററി ഓഫ് നാഷൻ ഇൻ ദിസ് നോവൽ. ഇതിൽ നമ്മുടെ സൽമാൻ റുഷ്ദിയുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിനെ നാഷൻ്റെ ഹിസ്റ്ററിയുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തതാണ്, മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നോവൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത്. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോവൽ കമ്പയർ ചെയ്യുന്നത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കൂസിൻ്റെ 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡുമായിട്ടും അതുപോലെ ഗണ്ടർ ഗ്രാസിൻ്റെ ടിൻഡ്രം ഇതുപോലെയുള്ള മാജിക്കൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള നോവലുകളുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. പിന്നെയോ ഇതിൽ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഫാക്റ്റ് ആൻഡ് ഫാൻറ്റസി കാണാൻ പറ്റും അല്ലേ. There seems to be evolving movement from the world of fact towards a more intuitive world of fantasy. ഇതിൽ ഒരുപാട് ഫാക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, അതേ അവസരത്തിൽ ഒരുപാട് ഫാൻറ്റസിക് ആയിട്ടുള്ള ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു കാര്യങ്ങളും, അതായത് അവരിൽ ആ ഒരു കഴിവൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫാൻറ്റസിയായി പറയാം. Some of the themes dealt with the novel include national history, political reality, religious orthodoxy, സോഷ്യൽ ഹിപ്പോക്രസി. ഇതിൽ വരുന്ന തീംസൊക്കെ ഇതൊക്കെയാണ്. അതായത് നാഷൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നുണ്ട്, പൊളിറ്റിക്കലി വരുന്ന ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ റിയാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, റിലീജിയസിൻ്റെ ഓർത്തഡോക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ സോഷ്യൽ ഹിപ്പോക്രസിയെക്കുറിച്ച് പറയുന്നുണ്ട്, ബ്രൂട്ടൽ മെൻറ്റാലിറ്റി ഓഫ് പാകിസ്ഥാനി മുസ്ലിംസിനെ കുറിച്ച്, ഇതൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. പിന്നെ ഈ ഒരു നോവൽ എന്തുപോലെയാണ്, പഞ്ചതന്ത്ര പോലെ അല്ലെങ്കിൽ അറേബ്യൻ നൈറ്റ്സ് വേർ ദർ ഈസ് എ ഫ്രെയിം ടെയിൽ ഇൻ വിച്ച് ലോട്ട്സ് ഓഫ് അതർ സ്റ്റോറീസ് ആർ എംബഡഡ്. അതായത് ഒരു ഫ്രെയിം സ്റ്റോറിക്ക് ചുറ്റുമായിക്കൊണ്ട് ഒരുപാട് സ്റ്റോറീസ് ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു കഥ, പഞ്ചതന്ത്ര പോലെ, അറേബ്യൻ നൈറ്റ്സ് പോലെ, അതുപോലെയാണ് ഈ ഒരു കഥയും. ഇതിൽ നെറേറ്റർ ആയിട്ടുള്ള സലീം സിനായി അല്ലേ, അദ്ദേഹമാണ് നെറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രെയിഞ്ച് മെയ്സ് ഓഫ് സ്ട്രെയിഞ്ച് സ്റ്റോറി വിച്ച് ആർ ടോൾഡ് ഇൻ എ ഫെമിലിയർ ഓർ ട്രഡീഷണൽ വേ അല്ലേ. ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രെയിഞ്ച് സ്റ്റോറി എന്ത് ചെയ്യാണ്, ഒരു ഫെമിലിയറായ വേയിൽ, ട്രഡീഷണൽ വേയിൽ കഥ പറയുന്നതാണ് ഇതിൽ. പിന്നെ സലീം ക്രിയേറ്റ്സ് എൻ അറേബ്യൻ നൈറ്റ്സ് ലൈക്ക് ആംബിയൻസ് വെൻ ഹി ഇൻസിസ്റ്റ് ദാറ്റ് ഹി ഹാസ് മെനി സ്റ്റോറീസ് ടു ടെൽ. ഇതിൽ നമുക്കൊരു അറേബ്യൻ കഥയുടെ ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. The novel doesn't immediately begin on Salim Sinai's life history. Even before his birth is narrated, readers are taken through a range of digression which takes place around 100 pages. അതായത് ഇത് വെറും സലീം സിനായി ജീവിച്ചിരിക്കുന്ന സമയത്ത് നടന്ന കഥ മാത്രമല്ല, അദ്ദേഹം ജനിക്കുന്നതിന് മുന്നേ നടന്ന കാര്യങ്ങളും ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രോപ്പർ സീക്വൻസ് ഒന്നും നെറേഷനിൽ കൊണ്ടുവരുന്നില്ല. അതായത് പ്രോപ്പർ സീക്വൻസ് നെറേഷനിൽ, അതായത് തൻ്റെ കഥ പറയിച്ചുള്ള അദ്ദേഹത്തിനൊരു സീക്വൻസും ഒന്നുമില്ല. ഇൻഫാക്റ്റ് എൻഡിങ് സംടൈംസ് പ്രസീഡ് ബിഗിനിങ് അല്ലേ. അതുകൊണ്ട് തന്നെ എൻഡിങ്ങിനേക്കാളും മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, എൻഡിങ് വരുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ ബിഗിനിങ്ങിനേക്കാളും മുന്നേ എന്നൊക്കെ പറയാണ്. പിന്നെയോ അദ്ദേഹം നല്ലൊരു നെറേറ്ററൊന്നുമല്ല. ഹി മേക്സ് മിസ്റ്റേക്ക് ഹിയർ ആൻഡ് ദിസ് ഈസ് പ്രോബബ്ലി റുഷ്ദീസ് വേ ഓഫ് പോയിൻറ്റിങ് ഔട്ട് ദാറ്റ് റിട്ടൺ ഹിസ്റ്ററി ഈസ് നെവർ കംപ്ലീറ്റ്ലി ട്രൂ ഓർ ഫാക്ട്സ്. ഇതിലൂടെ അദ്ദേഹം കാണിക്കുന്നത്, റഷ്ദി കാണിക്കുന്നത് എഴുതിയ ഹിസ്റ്ററീസും എന്തല്ല, ശരിയല്ല, സത്യമല്ല. Histories are being written, very often facts which are favorable to a particular group of people are selected and these facts are made to believed as the history of entire community. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെഴുതുന്നതാണ് എന്ത്, ഇങ്ങനെയുള്ള ഹിസ്റ്ററികൾ, അവരുടെ പേർപ്പസിന് വേണ്ടി. പിന്നെ ഇതിൽ പത്മ എന്ന് പറയുന്ന ലേഡി, അവൾ ഓർഡിനറി ആയിട്ടുള്ള ലൈഫിനെ ഇലിറ്ററേറ്റ് പീപ്പിൾ ഓഫ് ഇന്ത്യയാണ് കാണിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു, ഹു ആക്സെപ്റ്റ് നെവർ ക്വസ്റ്റ്യൻ ദ മാർവലസ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി ലൈക്ക് ദ ആംഗ്ലിസൈസ്ഡ് ഇന്ത്യൻ. ആംഗ്ലിസൈസ്ഡ് അല്ല, ഇംഗ്ലീഷ് വൽക്കരിക്കപ്പെട്ട ഇന്ത്യയെക്കുറിച്ച് അവരൊരു ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല. ദേ ആക്സെപ്റ്റ് ഓൾ അല്ലേ. പിന്നെയോ ഫോർച്യൂൺ ടെല്ലർ ഹൂം ആമിന അപ്രോച്ച്ഡ് പ്രഡിക്ട് സലീംസ് ലൈഫ് ഈവൻ തോ ഇറ്റ് ഈസ്
ശിവ ഹൂ ഈസ് ഇൻ ആമിനാസ്റ്റമി അല്ലേ. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർച്യൂൺ ടെല്ലറെ കുറിച്ച് പറയുന്നുണ്ട്. ആമിന അല്ലെ ആരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം ആ ഒരു ഫോർച്യൂൺ ടെല്ലറിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഹെഡ് എന്നുള്ള ഒരു പ്രഡിക്ഷൻ പറയുന്നുണ്ട്. അത് എന്താ പറയുക, നമുക്കറിയില്ല കുട്ടികളിങ്ങനെ മാറ്റുന്ന ആ ഒരു സംഭവം, അതിൽ സലീമും ശിവയുമാണ് കാണിക്കുന്നത്. പിന്നെ നോസ് ആൻഡ് നീസ് യൂസ്ഡ് ബൈ ഹിം റെഫേഴ്സ് ടു എ മാജിക്കൽ പവർ ഓഫ് ബോത്ത് ശിവ ആൻഡ് സലീമാണ്. പിന്നെ അതിൽ നോസിനെ കുറിച്ചും നീസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നത് ശിവൻ്റെയും സലീമിൻ്റെയും എന്താണ് ഒരു മാജിക്കൽ പവറിനെ കുറിച്ചാണ്. അവർ രണ്ടുപേരും എന്താണ്, they were born into the closest to the midnight hour and her hands bestowed with the most powerful magical power when compared to the other midnight children. അവർക്കാണ് ഏറ്റവും കൂടുതൽ മിഡ്നൈറ്റ് ചിൽഡ്രനിൽ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ടയേർഡാണ് കേട്ടോ, എന്തൊക്കെയോ വൈറ്റമിൻ ഡിയും കാര്യങ്ങളൊക്കെ കുറവാണ്, അതുകൊണ്ടുള്ളൊരു ക്ഷീണം. അപ്പോൾ ഇവിടെ പറയുന്നത് മിഡ്നൈറ്റ് ചിൽഡ്രനിൽ, അതായത് ആ ഒരു സമയത്ത് ജനിച്ച എല്ലാ കുട്ടികൾക്കും ഇതുപോലുള്ള മാജിക്കൽ പവർ ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആർക്കാണ്, നമ്മുടെ ശിവനും സലീമിനുമാണെന്നുള്ള കാര്യം പറയുന്നു. പിന്നെ അതിൽ നമുക്ക് കാണാം നോവലിൽ ഒരു പ്രോമിനൻറ്റ് ഫീമെയിൽ ക്യാരക്ടറിനെ കാണാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇൻ ദ നോവൽസ് ആർ മിയർ സ്റ്റീരിയോ ടൈപ്സ് ആണ്. അതിൽ നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക ഫീമെയിൽ ക്യാരക്ടറിനെ നമുക്ക് ഈ ഒരു നോവലിലൂടെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അവരിങ്ങനെ ഗോസിപ്പ് ചെയ്യുന്ന, നാഗ് ചെയ്യുന്ന, ഇമ്മോറലായിട്ടുള്ള, പ്രറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കാണുന്നത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്ന സലീം എന്താണ്, ഒരു സെൻറ്റർ ഓഫ് ഹിസ് നാഷൻ ഹിസ്റ്ററി ട്രൈസ് ടു പ്രൂവ് ഹിംസെൽഫ് ഇമ്പോർട്ടൻറ്റ്. അതായത് താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഞാൻ അന്ന് നാഷൻ ഉണ്ടാകുന്ന അന്നാണ് ജനിച്ചത് എന്ന രൂപത്തിലാണ് സലീം ഈ ഒരു സ്റ്റോറിയിലൊക്കെ പറയുന്നത്. പക്ഷേ ഇതിലെ അവസാനം നമ്മൾ കാണുന്നത് ശിവയാണ് എന്ത് ചെയ്യുന്നത്, സക്സസ്ഫുള്ളായി വരുന്നത്. കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ മോസ്റ്റ് ഡെക്കറേറ്റഡ് വാർ ഹീറോ ആയൊക്കെ മാറുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സലീം തൻ്റെ നെറേഷൻ ഹിസ്റ്ററി ഓഫ് ലൈഫ് സ്റ്റോറി നിർത്തുന്നത് ഒരു പിക്കിൾ ഫാക്ടറിയിലാണ്. പക്ഷേ അവിടെ ഒരു ഹോപ്പ് വരികയാണ്. ശിവ ആൻഡ് പാർവതി സൺ ആദം ഈസ് കമ്പയർഡ് ടു ദ എലഫൻറ്റ് ഹെഡഡ് ഗണേഷ് ഇൻ ഹിന്ദു മിത്തോളജി. അതിൽ ആരുടെ, പാർവതിയുടെയും ശിവൻ്റെയും മകനായ ആദമിനെ എന്തായിട്ടാണ്, എലഫൻറ്റ് ഹെഡഡായ ഗണേഷുമായിട്ട്, ഹിന്ദു മിത്തോളജിയിലുള്ള ഗണേഷുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രഡിക്ഷൻ, ഒരു ഹോപ്പാണ് നമുക്ക് അവിടെ സ്റ്റോറി എൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിൽ ഗണേഷ് എന്ന് പറയുന്നത് റിമൂവർ ഓഫ് ഒബ്സ്റ്റക്കിൾസ്, ഇറ്റ് ഈസ് ദ ഹൂ ബ്രിങ്സ് ദ പ്രൊഫസീഡ് ഫാമിലി ലൈൻ ഇൻ ടു പ്ലേസസ്. ഹെൻസ് ആദം സിംബലൈസസ് എ പ്രോസ്പെറസ് ന്യൂ ബിഗിനിങ് ആൻഡ് ബെറ്റർ പ്രോമിസ് ഫോർ ഇന്ത്യാസ് ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ അതിൽ ആദമിൻ്റെ വളർച്ച കാണിക്കുന്നത് ഇന്ത്യക്ക് നല്ലൊരു എന്ത് കിട്ടുന്നതാണ്, ഒരു പ്രോസ്പെറിറ്റി ഫ്യൂച്ചറിൽ ഉണ്ടാകുമെന്നൊക്കെയാണ് ഈ ഒരു നോവലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, താങ്ക് യു.